സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കെതിരെ നിരവധിയായ ജഡ്ജിമാർ തിരിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് അടക്കമുള്ളവർ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യം BJPയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയെന്ന് വ്യക്തമാണ്. സഞ്ജീവ് ഖന്നയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തുടക്കമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് BJP നേതൃത്വത്തിന്റെ ചില പ്രയോഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള ഹർജി നേരത്തെ തന്നെ കോൺഗ്രസ് സമർപ്പിക്കപ്പെടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആയിട്ടുള്ള രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. ഈ കാര്യത്തിലാണ് അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത്. നമുക്കറിയാം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാര പരിധി കൊടുക്കാൻ വേണ്ടി 1961 നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് ഇലക്ഷൻ ചട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് രാജീവ് കുമാറിനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രത്യേകമായ അജണ്ട. തുടരെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നടന്ന വൻ അട്ടിമറികളെ കുറിച്ചും അന്വേഷിക്കേണ്ടതായി ഉണ്ട് എന്ന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇപ്പോഴിതാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പ്രതിരോധവുമായി രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു. മറ്റുള്ള ജഡ്ജിമാർ എങ്ങനെയെന്ന് തനിക്കറിയില്ല. എന്നാൽ സുപ്രീം കോടതിയിലും ചീഫ് ജസ്റ്റിസിലും തനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഇതാദ്യമായി വെളിപ്പെടുത്തുമ്പോൾ അത് നരേന്ദ്രമോദിക്ക് ഭയത്തിന്റെ തുടക്കമായി തന്നെ, അദ്ദേഹത്തിന് ആശങ്കയുടെ തുടക്കമായി തന്നെ കണക്കാക്കപ്പെടേണ്ടതായി ഉണ്ട്. വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായും സ്വീകരിച്ചുകൊണ്ടാണ് BJP അവരുടെ ഫണ്ട് വലുതായി വളർത്തിയെടുത്തത്. തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതും അതുതന്നെയാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ അവിടെ വിനോദ് താവ്ഡെയുടെ കയ്യിൽ നിന്നും പണം പിടിച്ചു എന്നുള്ളത് വലിയ ആരോപണമായിരുന്നു. നിരവധിയായ BJP നേതാക്കൾ ഇതുപോലെ പല സ്ഥലത്തും കൃത്യമായി പോലീസ് വലയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും പിന്നീട് വാർത്തയായിട്ടില്ല. അതൊക്കെ ഗോദി മീഡിയ ചാനലുകൾ മുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴിതാ സുപ്രീം കോടതിയിലേക്ക് വരുന്ന ഈ വാർത്തയെ പോലും ഗോദി മീഡിയകൾ വലിയ തോതിൽ ചർച്ചയാക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ സംഘപരിവാറിന് അനുകൂലമാകുന്ന ഏത് വാർത്തയെയും അതിനെ പൊലിപ്പിച്ച് അതിനെ ഉദ്ദീപിക്കാൻ ഇവിടെ ഗോദി മീഡിയകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ കൃത്യമായ പ്രൊപ്പഗാൻഡ എന്നുള്ളത്. ആ പ്രൊപ്പഗാൻഡ ഗീബൽസിയൻ തന്ത്രത്തിന് തുല്യം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ അത് കേന്ദ്ര സർക്കാരിന്റെ അല്ല, മറ്റ് ജഡ്ജിമാരുടെ അഭിപ്രായ ഭിന്നത മൂലം ഇദ്ദേഹത്തിനെ മാറ്റാൻ വേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. കാരണം കേന്ദ്ര സർക്കാർ ഇടപെട്ട് മാറ്റുകയാണെങ്കിൽ അത് വലിയ കോളിളക്കമുണ്ടാകും. കാരണം സഞ്ജീവ് ഖന്ന അദ്ദേഹം BJP വിരുദ്ധത കൃത്യമായി അദ്ദേഹത്തിന്റെ വേർഡിക്റ്റിലൂടെ, അദ്ദേഹത്തിന്റെ വിധിയിലൂടെ പലതവണയായി പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് BJPക്ക് നന്നായി അറിയാം.